വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്തതായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന സോഷ്യൽ സയൻസിലെ SLC മക്കൾക്ക് വേണ്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ചോദ്യമാണ് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ. ഇതൊരു 4 മാർക്കിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ പറ്റി കുറച്ച് പോയിന്റ്സ് പഠിച്ചാലോ. പൊതുജനാഭിപ്രായത്തെ പറ്റിയിട്ട് നമ്മൾ 7 പോയിന്റ്സ് ആണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 6 പോയിന്റ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്താണ്? വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താണ്? പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല, എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടുന്നു. പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റാണ് നമ്മൾ പൊതുജനാഭിപ്രായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് എവിടെ നിന്നും ഏത് പ്രദേശത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഏത് സമയത്തും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ അറിവുകൾക്കും അനുസരിച്ച് നമുക്ക് പൊതുജനാഭിപ്രായം പറയാവുന്നതാണ് എന്ന ഒരു തീമിലേക്കാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടെത്തിക്കേണ്ടത്.